കാലഭൈരവൻ ശിവന്റെ ഏറ്റവും ശക്തനും ഭീകരനുമായ രൂപങ്ങളിൽ ഒന്നാണ്. കാല എന്നാൽ സമയം അല്ലെങ്കിൽ മരണം, ഭൈരവൻ എന്നാൽ ഭയങ്കരൻ. ഭക്തർക്ക് കാലഭൈരവൻ സംരക്ഷകനാണെങ്കിൽ ദുഷ്ടശക്തികൾക്കും അജ്ഞർക്കും അദ്ദേഹം ഭയങ്കരനാണ്. പണ്ടൊരിക്കൽ ദേവന്മാർക്കിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി. ആരാണ് ഏറ്റവും വലിയ ദൈവം? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായതുകൊണ്ട് താനാണ് പരമമായ ദൈവം എന്ന് ബ്രഹ്മാവ് വാദിച്ചു. തന്റെ 5 തലകളിൽ ഒന്ന് ശിവനെപ്പോലെയാണെന്നും അത് ശിവനേക്കാൾ തനിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ബ്രഹ്മാവ് അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ തർക്കം രൂക്ഷമായപ്പോൾ എല്ലാ ദേവന്മാരും ശിവന്റെ അടുത്തെത്തി. ബ്രഹ്മാവിന്റെ അഹങ്കാരവും തന്റെ തുല്യതയില്ലാത്ത രൂപത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദവും കേട്ടപ്പോൾ ശിവന്റെ ക്രോധം അഗ്നി പോലെ ജ്വലിച്ചു. ആ ക്രോധത്തിൽ നിന്ന് ഭീകരമായ ഒരു രൂപം ഉയർന്നുവന്നു, കാലഭൈരവൻ. കാലഭൈരവൻ ഭയങ്കരമായ രൂപമായിരുന്നു. കറുത്ത ശരീരം, തീക്ഷ്ണമായ കണ്ണുകൾ, കൂർത്ത പല്ലുകൾ, നായയെ വാഹനമായി, കയ്യിൽ ഒരു ദണ്ഡും തലയോട്ടിക്കൊണ്ടുള്ള പാത്രവും. കാലഭൈരവൻ നേരെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോയി. അഹങ്കാരത്തിന്റെ പ്രതീകമായിരുന്ന ബ്രഹ്മാവിന്റെ 5 തലകളിൽ ഒന്ന് തന്റെ നഖം കൊണ്ട് അറുത്തുമാറ്റി അഹങ്കാരം ഇല്ലാതാക്കിയ ശേഷം കാലഭൈരവൻ ബ്രഹ്മാവിനെ വധിച്ച പാപം, ബ്രഹ്മഹത്യാ പാപം ബാധിച്ചു. ബ്രഹ്മാവിന്റെ അറ്റുപോയ തലയോട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. ഈ പാപം തീർക്കാനായി കാലഭൈരവൻ ലോകം ചുറ്റി സഞ്ചരിച്ചു. ഒടുവിൽ പാപം തീർന്ന തലയോട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേർപെട്ടത് കാശിയിലാണ്. ഈ സംഭവം നടന്ന സ്ഥലമാണ് പിന്നീട് കാശിയിലെ കാലഭൈരവ ക്ഷേത്രം ആയി മാറിയത്. കാശിയുടെ സംരക്ഷകൻ ആയാണ് കാലഭൈരവൻ അവിടെ കുടികൊള്ളുന്നത്. കാശിയിൽ പ്രവേശിക്കുന്നവർക്ക് കാലഭൈരവന്റെ അനുമതിയില്ലാതെ മോക്ഷം ലഭിക്കില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു.